ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇന്ന് ഓഫായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാനുണ്ടാക്കാമെന്ന് ഫുഡിന്. ഞാനിങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു കെറ്റിൽ മൾട്ടിപർപ്പസ് കെറ്റിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബ്രോക്കോളി എഗ് ബുർജി അല്ലെങ്കിൽ എഗ് തോരൻ ആ സംഭവം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് ഈ കാണുന്നത്. ആദ്യം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മുടെ ബ്രോക്കോളി വേവിക്കുക. ബ്രോക്കോളി നല്ല അഴുക്കുണ്ടാവും. എൻ്റെ ബ്രോക്കോളി ഭയങ്കര അലമ്പായിരുന്നു. അത് കഴിഞ്ഞ് അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ അരിഞ്ഞ സവാള ഇട്ട് ബട്ടറിൽ മൂപ്പിക്കുക. ഈ ബട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, കാരണം ഇതാവുമ്പോൾ എനിക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാം. വേറെ എക്സ്ട്രാ എടുത്ത് വയ്ക്കുക, ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ ഈ ഉള്ളി നമ്മൾ നല്ലോണം ഇട്ട് വാട്ടുക. ഇത്തിരി ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വരും എന്നാണ് പറയുന്നത്. ഞാനതിന് ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും വീട്ടിൽ നിൽക്കുന്നവർക്കും അതുപോലെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് പണി കഴിയും. ബ്രോക്കോളി പെട്ടെന്ന് വേവുന്ന സാധനം ആയതുകൊണ്ട് പെട്ടെന്ന് പണി കഴിയും. അങ്ങനെ ആ മൂപ്പിച്ചയിലോട്ട് നമ്മുടെ ബ്രോക്കോളി ഇടുക. ബ്രോക്കോളി സവാളയും കൂടി ഇത്തിരി വഴറ്റി അതിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. മുട്ട ഒന്ന് ചിക്കി എടുത്തിട്ട് രണ്ടും എല്ലാം കൂടി മിക്സാക്കുക. ഒന്ന് ചൂടാക്കിയിട്ട് ഓഫ് ചെയ്യുക. ഇത്രയുള്ളൂ പരിപാടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഇവിടുത്തെ കോവയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു, പിന്നെ ചെറുപയർ ഡാൽ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.